നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഈ മലയാളികളെ കൊണ്ട് സഹിച്ചു മടുത്തതിൻ്റെ ഒരവസ്ഥ കൂടി തുറന്നു പറയുകയാണ് പ്രശസ്ത കവിയും നടനും കൂടിയായിട്ടുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഇനി ആരും തന്നെ ആദരിക്കാനായി വിളിക്കരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ വിടുന്നു, ഭിക്ഷ കിട്ടിയില്ലെങ്കിലും പട്ടി കടിക്കാതിരുന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ആദരവിൻ്റെ, ബഹുമാനത്തിൻ്റെ സ്നേഹാദരവ് സഹിച്ചു മടുത്തിരിക്കുന്നത്. മലയാളികളുടെ ആദരം താങ്ങാൻ ഇനി തനിക്ക് ശേഷിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മാധ്യമത്തിനയച്ച കുറിപ്പിലായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇക്കാര്യം അറിയിച്ചത്. പൊതുവേദിയിൽ നിന്നും താൻ എന്നേക്കുമായി പിൻവാങ്ങിയെന്നും മലയാളികളുടെ ആദരം താങ്ങാൻ തനിക്കിനി ഒട്ടും തന്നെ ശേഷിയില്ലെന്നും എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഈ അടുത്തായി ഗൾഫിലെ ഒരു സംഘടനയുടെ ആൾക്കാർക്കൊരാഗ്രഹം, എന്നെ ഒന്ന് ആദരിക്കണം, പൊന്നാട, പണക്കിഴി എല്ലാം ഉണ്ടാവും, വലിയ സദസ്സുണ്ടാവും. ഞാൻ പറഞ്ഞു, അധികമായാൽ അമൃതും വിഷം എന്നൊരു ചൊല്ലുണ്ട്. ജീവിതകാലം മുഴുവൻ മലയാളികളുടെ ആദരം സഹിച്ച് ഞാൻ മടുത്തു. 2 വർഷം മുമ്പ് കേരള സാഹിത്യ അക്കാദമി എന്നെ വല്ലാതെ ഒന്ന് ആദരിച്ചു. തുടർന്ന് സോഷ്യൽ മീഡിയയിലും വമ്പിച്ച ആദരമുണ്ടായി. അതോടെ ഞാൻ തീരുമാനിച്ചു, ഇനി മലയാളികളുടെ ആദരം വേണ്ട. എന്തിനും ഒരു പരിധിയില്ലേ? എനിക്ക് വയസ്സായി. മഹാജനത്തിൻ്റെ നിരന്തരമായ ആദരം താങ്ങാൻ എനിക്കിനി ശേഷിയില്ല. ഞാൻ പൊതുവേദിയിൽ നിന്നും എന്നേക്കുമായി പിൻവാങ്ങിയിട്ടുണ്ട്. ദയവായി എന്നെ വെറുതെ വിടുക എന്നാണ് കവി പറയുന്നത്. ഭിക്ഷ കിട്ടിയില്ലെങ്കിലും പട്ടികടി കൊള്ളാതിരുന്നാൽ മതി എന്നൊരു ചൊല്ലുകൂടി മലയാളത്തിലുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തൻ്റെ കവിത പാഠ്യപദ്ധതിയിൽ നിന്നും ഒഴിവാക്കണമെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടുണ്ടായിരുന്നു. താൻ മലയാളത്തിൻ്റെ പ്രിയ കവിയല്ല, തൻ്റെ കവിത ആവശ്യമില്ലാത്ത വിദ്യാർത്ഥി സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കവിത ഒഴിവാക്കാൻ അദ്ദേഹം സർവകലാശാലകളോടും വിദ്യാഭ്യാസ വകുപ്പിനോടും അഭ്യർത്ഥിച്ചതുപോലും. ഇതിനു മുൻപ് മലയാളികൾക്ക് മുന്നിൽ സാഹിത്യ പ്രഭാഷണ പരിപാടികളിൽ ഇനി ഒരിക്കലും പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞിരുന്നു. അക്കാര്യമാണ് അദ്ദേഹം നേരത്തെ ഒന്ന് ആദരിച്ച ഉദാഹരണമായി പറഞ്ഞിട്ടുള്ളത്. തിരൂർ തുഞ്ചംപറമ്പിൽ ആശാൻ കവിതയെക്കുറിച്ച് പ്രഭാഷണം നടത്താനുള്ള MT വാസുദേവൻ നായരുടെ ക്ഷണം നിരസിച്ചുകൊണ്ടാണ് ചുള്ളിക്കാട് ഇക്കാര്യം വ്യക്തമാക്കിയത്. സമൂഹത്തിൽ നിന്ന് ഈയിടെയുണ്ടായ ദുരനുഭവങ്ങളാണ് തന്നെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് MTയോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് പങ്കുവച്ച കുറിപ്പിൽ ചുള്ളിക്കാട് പറഞ്ഞു. ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: ബാല്യം മുതൽ MT വാസുദേവൻ നായരുടെ വായനക്കാരനായിരുന്നു ഞാൻ. 1980 ഞാൻ ആലുവ UC കോളേജിൽ പഠിക്കുമ്പോഴാണ് ഒരു കവിയരങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് MT വാസുദേവൻ നായരുടെ ഒരു കത്ത് എനിക്ക് കിട്ടുന്നത്. അന്ന് MT സാറിനെ വ്യക്തിപരമായി പരിചയമില്ലായിരുന്ന എന്നെ ആ ക്ഷണം വലിയ ഒരു അംഗീകാരമായി സന്തോഷിപ്പിച്ചു. അന്നു മുതൽ സ്നേഹാദരപൂർണമായ വ്യക്തിബന്ധം അദ്ദേഹത്തോട് ഞാൻ പുലർത്തി പോന്നിരുന്നു. ഞാൻ മാഷ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. പിന്നീട് തുഞ്ചൻപറമ്പിൽ സാഹിത്യ പ്രഭാഷണങ്ങൾക്കായി അനേകം പ്രാവശ്യം അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അനേകം പ്രഭാഷണങ്ങൾ ഞാൻ അവിടെ നടത്തിയിട്ടുമുണ്ട്. എന്നാൽ കുറച്ച് നാൾ മുൻപ് അദ്ദേഹം എന്നെ വിളിച്ചു. ഷേക്സ്പിയറെക്കുറിച്ചൊരു പ്രഭാഷണം ബാലൻ നടത്തണം. ഞാൻ വിനയപൂർവ്വം പറഞ്ഞു, അതിന് വേണ്ടത്ര അറിവും ആത്മവിശ്വാസവും എനിക്കില്ല മാഷെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ആശാൻ കവിതയെക്കുറിച്ചായാലോ? അതാവാം. ഞാൻ ഉത്സാഹത്തോടെ പറഞ്ഞു. ഇന്ന് തുഞ്ചംപറമ്പിൽ നിന്നും ശ്രീകുമാർ വിളിച്ചു ചോദിച്ചു, MT സാർ പറഞ്ഞിരുന്ന ആ പ്രഭാഷണം നമുക്കെന്ന് നടത്താമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഞാനിങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ സാഹിത്യ പ്രഭാഷണ പരിപാടി അവസാനിപ്പിച്ചു. ഇനി ഒരിക്കലും ഞാൻ ആ പണി ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. ദയവായി എന്നെ ഒഴിവാക്കണം. ഈയിടെ സമൂഹത്തിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളാണ് എന്നെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ, അങ്ങ് എന്നോട് സർവാത്മന ക്ഷമിക്കണം. ഞാൻ കാർ വാടക പോലും അർഹിക്കുന്നില്ല എന്ന് വിധിയെഴുതിയ മലയാളികളുടെ മുമ്പിൽ സാഹിത്യ പ്രഭാഷണകനായി വന്നു നിൽക്കാൻ ഇനി ഒരിക്കലും ഞാനില്ല. കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂരിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്തിയതിന് ലഭിച്ച പ്രതിഫലവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചുള്ളിക്കാട് പ്രതിഷേധം അറിയിച്ചിരുന്നു. കുമാരൻ ആശാനെക്കുറിച്ചുള്ള 2.5 മണിക്കൂർ നീണ്ട പ്രഭാഷണത്തിന് യാത്രാപത്തെ അടക്കം പ്രതിഫലമായി നൽകിയത് 2400 രൂപ മാത്രമായിരുന്നുവെന്നും കാർ വാടകയുടെ ബാക്കി കയ്യിൽ നിന്നെടുത്ത് കൊടുക്കേണ്ടി വന്നെന്നും കേരള ജനത തനിക്ക് നൽകുന്ന വില എത്രയാണെന്നും മനസ്സിലായെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് കുറിപ്പിൽ നേരത്തെ പറഞ്ഞിരുന്നു. പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ചുള്ളിക്കാട് പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് കൂടുതൽ തുക അക്കാദമി വാഗ്ദാനം ചെയ്തെങ്കിലും ചുള്ളിക്കാട് ഇത് നിരസിച്ചിരുന്നു. പ്രതിഷേധം മാത്രമായിരുന്നു തൻ്റെ ഉദ്ദേശമെന്നും നഷ്ടപരിഹാരം നൽകി ഒതുക്കാൻ ശ്രമിക്കേണ്ടെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അതിനുശേഷം തന്നെയാണ് അദ്ദേഹം പൊതുവേദികളിൽ നിന്നും വിട്ടുനിന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.